ഫസൽ ഗഫൂർ അഥവാ അസ്തൻ ഗഫൂർ എന്ന് സോഷ്യൽ മീഡിയയൊക്കെ വിളിക്കുന്ന വ്യക്തി. മതേതര മുഖംമൂടി അണിഞ്ഞാണ് വർഷങ്ങളോളം അവർ നമ്മുടെ മുമ്പിൽ നിന്നിരുന്നത്. എന്നാൽ ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് 2010 പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വേദിയിൽ, തമിഴ്നാട്ടിൽ വെച്ചുള്ള ഒരു വേദിയിലാണ് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. എല്ലാ മലയാളികളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പ്രസംഗമാണ്. അത് മുഴുവൻ കേൾക്കണം. കാരണം ഇത്തരക്കാരൊക്കെ ഇപ്പോഴും മതേതര ചിന്താഗതിയുമായിട്ട് നടക്കുന്നു എന്ന തെറ്റിദ്ധാരണ ചിലർക്കൊക്കെ ഉണ്ട്. അവർക്ക് ആ ധാരണ മാറാൻ ഇത് ഉപകരിച്ചേക്കും. ഒന്ന് കണ്ടു നോക്കാം. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി. There is no leader of any caliber there. So that means, what I am trying to tell you is that the Popular Front should try to build up more leaders. 1980 ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ RSSും അവർ തമ്മിൽ ബന്ധം മനസ്സിലായി. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. The Congress has turned out to be the B team of the BJP RSS. That is a fact. कितना परसेंट है अभी आजकल डोमिनेंट पार्टीज का? एक स्टेट में आप देखो, केरला डोमिनेंट पार्टी CPM, वोट शेयर 32%. Their Muslim vote 26%. CPM vote is 32%. DMK वोट शेयर 28%. ठीक है. तेलुगु देशम वोट शेयर 32%. सभी यही है, सेम लेवल. लालू प्रसाद यादव लास्ट टाइम वोट शेयर 26%. मुलायम सिंह जी और नीचे है 22%. मायावती आगे है. सो दिस मीन्स ये है गोल्डन, ये हमारा मौका है. ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി. അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. தமிழ்நாடு के बारे में बोला था. தமிழ்நாடை பற்றி சொல்லியிருக்கு நம்ம நண்பர்கள். என்ன சொல்லியிருக்காரு தெரியுமா? எங்கள் தோளில் ஏற்றி தான் DMK வந்திருக்கு. சரி, ஒரு சாதிக் பாசா பேர் தானே எனக்கு தெரியும். வேற ஒரு லீடர் யார் இருக்குது தமிழ்நாட்டில்? ஒரே ஒரு யார் சாதிக் பாசா DMK. வேற லீடர்ஸ் இல்லையே. லீடர் இருக்கணுமே. There is no leader of any caliber there. So that means, what I am trying to tell you is that the Popular Front should try to build up more leaders. For that, these sort of seminars are very much required. Discussion should be there. Fraternity should be built up. എത്ര വിദഗ്ധമായിട്ടാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് എന്ന് നോക്കുക. ഓരോ സംസ്ഥാനത്തെയും ഓരോ പാർട്ടികളും നേടുന്ന വോട്ട് ശതമാനം വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങളെല്ലാം ഒന്നിക്കുകയാണെങ്കിൽ, അതും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ, പോപ്പുലർ ഫ്രണ്ട് വേണം ഇവർക്ക് ലീഡർമാരെ ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ നേതൃത്വത്തിൽ ഒന്നിച്ചാൽ, കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിനെ കൂടി ചേർത്താൽ, അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദളിത് ഗ്രൂപ്പിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇടക്കാലത്ത് പോപ്പുലർ ഫ്രണ്ടും SDP ഒക്കെ വലിയ ദളിത് പ്രേമം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ബുദ്ധി അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് മനസ്സിലായല്ലോ. ഇത് വേദി പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയാണ്. അവിടെ വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല RSSും കോൺഗ്രസും ഒക്കെ ഒന്നാണ് എന്ന് പോലും അയാൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവരെ ഒന്നും വിശ്വസിക്കരുത്, ഇടത് പാർട്ടികളെ പോലും വിശ്വസിക്കരുത്, ഒരാൾക്ക് 30% പോലും കിട്ടാൻ പോകുന്നില്ല. ഇത് കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ സുവർണ അവസരമാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ഈ ഫസൽ ഗഫൂർ. 2010 അന്നും സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അന്ന് അയാൾ അവിടെ നടത്തുന്ന പ്രസംഗം ഇങ്ങനെ കാലങ്ങളോളം നിൽക്കുമെന്ന്. എന്തിനാണ് ഞാനിത് വീണ്ടും എടുത്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളൊക്കെ മതേതരരാണ്, അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജനാധിപത്യത്തെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇനിയും എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ. ഇവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്: മുസ്ലിങ്ങൾ ഒന്നിക്കണം, മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒന്നിക്കണം എന്നാണ് പറഞ്ഞത്. ആ പോപ്പുലർ ഫ്രണ്ട് ഇന്നിപ്പോൾ എവിടെ കിടക്കുന്നു എന്നറിയാമല്ലോ. മാത്രമല്ല CAA സമരകാലത്തുകൾ മറ്റൊരു ഡയലോഗ് അടിച്ചിരുന്നു. അന്ന് കോടതിയോ ജനാധിപത്യമോ ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങൾ എടുക്കുന്ന ചില പവറുണ്ട്, ഞങ്ങൾ ചില അസ്ത്രങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്, അത് കൃത്യസമയത്തൊക്കെ ഉപയോഗിക്കും എന്നൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഖഫ് പോലുള്ള കിരാത നിയമങ്ങളൊക്കെയാണോ ഇവരുടെ ഈ അസ്ത്രങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട്, SDP, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞു. അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDP ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് എത്രയോ വർഷമായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ നിർഭാഗ്യം കൊണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ടും 2014 നരേന്ദ്രമോദിയും BJPയും ഭരണത്തിലെത്തി. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അവരുടെ സ്വപ്നം ഏതാണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞേനെ.